അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആഖിറത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളും റബ്ബിനോട് നമ്മൾ നിരന്തരം ചോദിക്കാറുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം ഉത്തരം ലഭിക്കണമെന്നുണ്ട് എങ്കിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതോടൊപ്പം മറ്റുള്ള ആളുകളോടും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ പ്രാർത്ഥനകളും അവൻ്റെ ഇബാദത്തുകളും ഒന്നും തന്നെ അവനിൽ നിന്നും യോഗ്യമാവുകയില്ല എന്നാണ് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമതായി, അവൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, അവൻ്റെ പ്രാർത്ഥനയിൽ തിന്മയോ അതുപോലെ തന്നെ കുടുംബബന്ധം മുറിച്ച് കളയുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാനും അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, ഹൃദയ സാന്നിധ്യത്തോടു കൂടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഗാഫിലായ ഹൃദയത്തിൽ നിന്ന്, അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നും വരുന്ന പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, പ്രാർത്ഥന നമ്മൾ ആരംഭിക്കുമ്പോഴും അത് അവസാനിക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സനാ ചെയ്തുകൊണ്ട്, ഹംദ് ചെയ്തുകൊണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ആ പ്രാർത്ഥന തുടങ്ങേണ്ടതും അതുപോലെ തന്നെ നമ്മൾ അത് അവസാനിപ്പിക്കേണ്ടതും. കാരണം ആ ഹംദില്ലാത്ത പ്രാർത്ഥനകൾ ആകാശ ലോകത്തേക്ക് ഉയർന്നു പോവുകയില്ല എന്നൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കാരണമാണ് എന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കാണാം, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തിയ രണ്ട് കൈകൾ. അപ്പോൾ അവിടെ പറഞ്ഞത് എന്താണ്? ഉയർത്തിയ കൈകൾ എന്നാണ്. ആ രണ്ട് കൈകളെ അള്ളാഹു പൂജ്യമാക്കി മടക്കാൻ, ഒന്നുമില്ലാതെ മടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്, തറദ്ദുദോടുകൂടി ഇതൊക്കെ ലഭിക്കോ, ഇതൊക്കെ ചോദിച്ചാൽ നടക്കുമോ, ഇതൊക്കെ ശരിയാവോ എന്ന ഒരു തറദ്ദുദോടുകൂടി, ഒരു സംശയത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രാർത്ഥിക്കാൻ പാടില്ല. മറിച്ച് അങ്ങേയറ്റം ദൃഢവിശ്വാസത്തോടു കൂടി, വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി, ഹൃദയത്തിൽ നല്ല ഉറപ്പോടു കൂടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സമയം സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കുറേ സമയങ്ങളുണ്ട്. പിന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങളാവട്ടെ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയമാകട്ടെ, വെള്ളിയാഴ്ച ദിവസത്തിൽ അവസാനത്തെ പിന്നെ അസറിന് ശേഷമുള്ള സമയമാകട്ടെ, ഇങ്ങനെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള ഒരുപാട് സമയങ്ങൾ അവിടുത്തെ സുന്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സമയങ്ങൾ നോക്കി പ്രാർത്ഥിക്കാൻ, ഏത് സമയത്തും ഒരാൾക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഇതൊരു കാരണമായി തീരുമ്പോൾ അങ്ങനത്തെ സമയങ്ങൾ എന്ത് ചെയ്യുക? അവൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവസാനമായി ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അക്കുലു ത്വയ്യിബാത്തി വജ്തിനാബുൽ മുഹറമാത്ത്, നല്ല ത്വയ്യിബായ സംഗതികൾ എന്ത് ചെയ്യുക? ഭക്ഷിക്കുക. ഹറാമായ ഭക്ഷണമാണോ അല്ലെങ്കിൽ ഹറാമായ സമ്പാദ്യമാണോ നമ്മുടെ അടുക്കലുള്ളത്, ഒരു കാരണവശാലും നമ്മുടെ പ്രാർത്ഥനകൾ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വ്യക്തി അങ്ങേയറ്റം യാത്ര ചെയ്തു, ആ യാത്രയുടെ എല്ലാ അടയാളങ്ങളും അയാളിലുണ്ട്. അയാൾ പൊടി പിടിച്ച്, ജട പിടിച്ച്, അയാളുടെ ശരീരമാകെ പിന്നെ പൊടി പിടിച്ചിട്ടാണ് അയാൾ യാത്ര ചെയ്യുന്നത്. ആ ഒരു യാത്രക്കാരൻ എന്ന് പറയാൻ പറ്റുന്ന എല്ലാ അടയാളങ്ങളും അതിലുണ്ട്. അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അയാളുടെ ഇരു കരങ്ങളും ഉയർത്തിയിട്ടുണ്ട്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കുകയില്ല എന്നാണ്. കാരണം അയാളുടെ പിന്നെ ഭക്ഷണവും അയാളുടെ വസ്ത്രവും അതുപോലെ തന്നെ അയാളുടെ വസ്ത്രവും എല്ലാം തന്നെയും
ഹറാമിലാണ്, എങ്ങനെയാണ് പിന്നെ ആ മനുഷ്യന് ഉത്തരം ലഭിക്കുക എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ദുആയിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.